ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ എക്സാമിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള റീഡിംഗ് കോംപ്രഹെൻഷനിലും അല്ലെങ്കിൽ സെന്റൻസ് റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലും ഫ്രേസ് റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലും ഇഡിയമാറ്റിക് എറേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ വരാൻ പോകുന്ന കുറച്ച് ഇഡിയംസും എക്സ്പ്രഷൻസും ഒക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചാലോ. ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ 10, അടുത്ത വീഡിയോയിൽ 10, അങ്ങനെ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ബൈറ്റ് ദി ബുള്ളറ്റ്. ഇതിനു മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട് ബുള്ളറ്റ് കടിക്കുക എന്നാണോ അതിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അറ്റൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബൈറ്റ് ദി ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ആളിലേക്ക് ഇപ്പം സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഒരാളുടെ മുന്നിൽ പോയിട്ട് അയാൾക്കുള്ള സർപ്രൈസ് ഒക്കെ പൊട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്പിൽ ദ ബീൻസ്. അത് നമ്മളൊരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സീക്രട്ട് മാറ്റർ റിവീൽ ചെയ്യാം. ഓക്കെ, ദെൻ ബ്രേക്ക് ദി ഐസ്. അതായത് നമ്മൾ എപ്പോഴും ഒരു പുതിയ എന്താ പറയുക ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ ജോയിൻ ചെയ്യുമ്പം അവർ ആദ്യം ഒരു ബ്രേക്കിംഗ് ദി ഐസ് സെഷൻ എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്ത് സംസാരിപ്പിച്ച് ഒന്ന് ഫ്രണ്ട്ലി ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനാണ് ബ്രേക്ക് ദി ഐസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ തന്നെ എന്താ പറയുക കുറച്ചുകൂടി ആളുകളെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിക്കുക എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ദെൻ ഹിറ്റ് ദ സാക്ക്. ഓ മൈ ഗോഡ്, ഞാൻ എല്ലാ ദിവസവും ജോലി കഴിയുമ്പോൾ ഐ റിയലി ഫീൽ ടു ഗോ ബാക്ക് ആൻഡ് ഹിറ്റ് ദ സാക്ക്. അതായത് ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് സ്ലീപ്പ്. ഓക്കെ, ദെൻ കട്ട് ടു ദ ചേസ്. ഓക്കെ, ഇപ്പൊ കുറെ കഥകൾ പറഞ്ഞിട്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കും മിസ്സേ കഥയൊന്നും വേണ്ട, കറക്റ്റ് പോയിന്റിലേക്ക് വാ. അതായത് അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാതെ ടു ദ പോയിന്റ് പറയുന്നതിനാണ് കട്ട് ദ ചേസ് എന്ന് പറയുന്നത്. ഐ മീൻ കട്ട് ടു ദ ചേസ്. ഓക്കെ, ദെൻ ഓൺ തിൻ ഐസ്. സംടൈംസ് നമ്മുടെ ലൈഫിലൊക്കെ നമ്മളിങ്ങനെ ഈശ്വര എല്ലാം ഇങ്ങനെ കയ്യിൽ നിന്ന് പോലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, അത് നമ്മൾ എന്താ പറയുക ഐസിന്റെ മുകളിൽ കൂടി നടക്കുന്ന പോലെ ഉണ്ടെന്ന് നമ്മൾ പറയും. അതായത് ബി ഇൻ എ വെരി റിസ്കി സിറ്റുവേഷൻ വേർ മിസ്റ്റേക്ക് കുഡ് കോസ് സോ മച്ച് ഓഫ് ട്രബിൾ. ഓക്കെ, ദെൻ ബേൺ ബ്രിഡ്ജസ്. അതായത് എല്ലാം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുക. ഇനി ഒരു തിരിച്ചു പോക്കില്ല ഉണ്ണി എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ടു എൻഡ് ഓർ ബ്രേക്ക് എ റിലേഷൻഷിപ്പ് വേർ ദർ ഇസ് നോ റിട്ടേൺ, അല്ലെങ്കിൽ നമ്മൾ ആ കോണ്ടാക്ട് എൻഡ് ചെയ്യാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റിട്ടേൺ എന്നുള്ള മീനിങ്ങിൽ. ദെൻ ലെറ്റ് ഇറ്റ് സ്ലൈഡ്. നമ്മൾ ഒരു മിസ്റ്റേക്ക് ഫോർഗീവ് ചെയ്യുക, ഒരു മൈനർ പ്രോബ്ലം ഇഗ്നോർ ചെയ്യുക. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ പോട്ടെ എന്ന് പറഞ്ഞ് വരുന്നതിനാണ് ലെറ്റ് ഇറ്റ് സ്ലൈഡ് എന്ന് പറയുന്നത്. ദെൻ പ്ലേ ഇറ്റ് കൂൾ. അടുത്ത എന്താണ് പ്ലേ ഇറ്റ് കൂൾ എന്ന് പറയുന്നത്? ഓക്കെ, നമ്മൾ ഭയങ്കര പ്രഷറിലാണെങ്കിലും കാം ഡൗൺ, വി ക്യാൻ ഡു ദിസ്, ഇറ്റ്സ് നത്തിങ്, നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര കാമായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ കാണിക്കുന്നതിനാണ് ലൈക്ക് എന്താ പറയുക പ്ലേ ഇറ്റ് കൂൾ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഹിറ്റ് ദ റോഡ്. ഹിറ്റ് ദ ഡോർ എന്ന് വെച്ചാൽ ലീവ് എ പ്ലേസ് ഓർ സ്റ്റാർട്ട് എ ജേർണി. നമ്മളൊരു പ്ലേസ് എന്ത് ചെയ്യാണ്, ഓക്കെ ഐ എം ഗോയിങ് ടു ഹിറ്റ് ദ റോഡ്, ഐ എം ഗോയിങ് ടു ലീവ് ദിസ് പ്ലേസ്, ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ജേർണി എന്നുള്ള രീതിയിൽ. സോ നിങ്ങൾ എക്സാമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി 10 അടുത്ത വീഡിയോയിൽ കാണാം. സോ നന്നായിട്ട് പഠിച്ചോണേ, പരീക്ഷ എത്തി.